എടാ പാവം ലൂസി, അവൾ ഒരുങ്ങാൻ പോയിട്ട് എത്ര നേരമായി. പാവം ഒറ്റക്ക് ഒരുങ്ങുമായിരിക്കും. ഇവളൊന്ന് ഉറക്കി കിടത്തിട്ട് പോവാന്ന് വിചാരിച്ചാ പെണ്ണിട്ട് ഉറങ്ങണില്ലല്ലോ. അമ്മന്റെ ചക്കരയല്ലേ പൊന്നെ, ഒന്ന് ഉറങ്ങടി. പാവം നിന്റെ ചിറ്റ, അവൾ ഒറ്റക്ക് ഒരുങ്ങായിരിക്കും. അല്ല, അവിടെ നടക്കാൻ പോണത് നിന്റെ അനിയത്തിന്റെ മാരേജ് അല്ലേ? പിന്നെ നീ ഇവിടെ ഒന്ന് റൂമിൽ ഇരുന്നിട്ട് എന്താ കാര്യം? പോയി അവളെ ഒരുക്കാനൊക്കെ സഹായിക്കേ. അത് പിന്നെ അയിന് ഇവൾ ഉറങ്ങണ്ടേ? ഇവളാണെങ്കിൽ കൊറേ നേരം നോക്കി ഉറങ്ങണമെന്നില്ല. ഇവളിങ്ങനെ ഇട്ടച്ച് പോവാനും കഴിയില്ല, അവിടെ ഇവള് വെച്ചിട്ടൊന്നും ചെയ്യാനും കഴിയില്ല. അതാ ഉറക്കാന്ന് വിചാരിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നതാ. ഓ, ഇതിനാണോ? അതൊക്കെ നിഷക്കുട്ടീനെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. നിഷക്കുട്ടിയോ? അതാരേ? എന്റെ മോള്. അല്ല, എന്താ മോളെ നിഷക്കുട്ടിന്ന് വിളിക്കുന്നേ? അത് പിന്നെ നിന്റെ അമ്മന്റെ പേരെന്താ? നിഷ. അതുകൊണ്ട് ഞാൻ അവരെ ഓർമ്മയ്ക്ക് നിഷക്കുട്ടീന്ന് വിളിക്കുന്നു. ഇതില് നിനക്കെന്തൊരു കുഴപ്പമുണ്ടോ? ഹേയ്, അങ്ങനൊന്നുമില്ല. എനിക്കും ഈ പേര് ഇഷ്ടപ്പെട്ടു. പേരിടലിന് ആ പേര് വെക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തായാലും അതിന് നീ സമ്മതിക്കത്തില്ലല്ലോ. നീയായിട്ട് ഒരു പേര് കണ്ടുപിടിക്കത്തില്ലേ? അപ്പൊ പിന്നെ എന്തിനാ വെറുതെ? എനിക്ക് എന്റെ കുഞ്ഞിപ്പെണ്ണിനെ നിഷക്കുട്ടീന്ന് വിളിക്കാനാ ഇഷ്ടം. ആരെന്ത് പറഞ്ഞാലും അവളെ ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ അമ്മനോട് എനിക്ക് സ്നേഹം കാണത്തില്ലേ? അമ്മന്റെ പേര് വെക്കാന്ന് പറഞ്ഞാ ഞാൻ എന്താ എതിർപ്പ് പറയാനാ? എനിക്കും ആ പേര് തന്നെ ഇഷ്ടായി. മോക്ക് ആ പേരിനെ വെക്കാം. എന്തായാലും വൈകാതെ തന്നെ മോക്ക് പേരിടൽ ചടങ്ങ് വെക്കണം. എന്നാ നീ ചെല്ല്, മോളെ ഞാൻ നോക്കിക്കോളാം. അല്ല, ഇവിടെ കല്യാണ തിരക്കില് നിങ്ങൾക്കും നല്ല തിരക്കായിരിക്കത്തില്ലേ? മോളെ കയ്യിൽ വെച്ചോണ്ടിരുന്ന. ഓ, എന്റെ കുഞ്ഞിനെ കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി. നീ അവളെത്താ, എന്നിട്ട് ചെല്ല്. കരയുവാണെങ്കി ഒന്ന് വിളിച്ചാ മതി ട്ടോ. ആടി ഭാര്യയെ, നീ ചെല്ല്. നമ്മളെ മോളെ ഞാൻ നോക്കിക്കോളാന്നേ. ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത. ആദ്യം ഈ വീഡിയോ ഒന്ന് നിർത്തേ. അല്ല, എന്റെ ഭാര്യനെ ഞാൻ ഭാര്യന്ന് വിളിക്കാണ്ട് പിന്നെന്താ വിളിക്കാനാ? എന്നാ ഓക്കെ, നിനക്ക് ഭാര്യ എന്നുള്ള വിളിയൊന്നും ഇഷ്ടമില്ലെങ്കിൽ വല്ല ഡാർലിങ്ങോ ബേബിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. എന്തായാലും നീ എന്നെ പറഞ്ഞ സ്ഥിതിക്ക് നീ തന്നെ പറ, എന്ത് പേരിട്ടിട്ടാ എന്റെ ഭാര്യനെ ഞാൻ വിളിക്കണ്ടേ? എനിക്ക് എന്ത് പേരാണുള്ളേ അതേ പേരിട്ട് വിളിച്ചാ മതി. അപ്പൊ പിന്നെ ഭാര്യ. നീ ഇപ്പൊ എന്റെ ഭാര്യയല്ലേ? അപ്പൊ പിന്നെ എനിക്ക് ആ പേര് മാത്രമേ അറിയത്തുള്ളൂ. സോ എപ്പോഴും പോലെ തന്നെ ഞാൻ നിന്നെ ഭാര്യന്നേ വിളിക്കത്തുള്ളൂ. ഇവനെ കൊണ്ട് നല്ലൊരു ദിവസേ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. ഞാൻ പോണേ, മോളെ പിടിക്കേ. ചെല്ല് ചെല്ല്. ഷെടാ, ഈ ചേച്ചി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയതാ? പിന്നെ നീ ആണെങ്കി ഇങ്ങോട്ടൊന്നും വന്നത് പോലില്ല. എത്ര നേരെ അവളെയും കാത്തിരിക്കുന്നേ. നീ എന്താ ഇവിടെ? അല്ല, മാരേജ് കഴിഞ്ഞാ നീ എന്റെ വൈഫ് ആവത്തില്ലേ? സോ എനിക്ക് എന്റെ ലവറിനെ കാണണം തോന്നി, അതാ ഇങ്ങ പോന്നേ. ഒന്ന് പോ ജിം. ആരെങ്കിലും കണ്ടാ എന്താ വിചാരിക്കുക? ചേച്ചി മോളെ റൂമില് ഉറക്കിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. ചേച്ചി ഇപ്പൊ എത്തുന്നേ, നീ ഒന്ന് പോ. അത് ശരി. എന്റെ ഭാര്യനെ ഞാൻ കാണാൻ വരുന്നേല് ആരെന്ത് വിചാരിച്ചാ എനിക്കെന്താ? അതൊക്കെ അവരെന്തിനു വിചാരിക്കുകയും ചെയ്യും. ഒന്നാമത് ഞാനിവിടെ റെഡി ആവുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാ അതെങ്ങനെ ശരിയാവും? ഒന്ന് പോ ജിം. എന്താ വിളിച്ചേ? നിങ്ങളോ? അല്ല, ഇതേത് ഭാഷ? അതൊക്കെ ഇനി അങ്ങനെയാ. ആദ്യത്തെ പോലെ എന്റെ ലവറൊന്നുമല്ലല്ലോ. ഇനിയിപ്പോ എന്റെ ഹസ്ബൻഡ് അല്ലേ, അപ്പൊ കുറച്ച് ബഹുമാനൊക്കെ ആവാം. ഇത് ബഹുമാനം കൂടിയോന്നൊരു സംശയം. അല്ല, അതൊക്കെ പോട്ടെ. എന്റെ വന്നപ്പോ മുതലേ എന്റെ മുഖത്തേക്ക് പോലൊന്നും നോക്കാത്തെ. ഇനിയിപ്പോ ഭാര്യ ആണോ കൊണ്ട് ഇതും ഈ കലച്ചറിൽ പെടുവോ? അത് പിന്നെ ഞാനിപ്പോ ഒരു കല്യാണ പെണ്ണല്ലേ, സോ എനിക്ക് ചെറിയ നാളൊക്കെ ഉണ്ടാവത്തില്ലേ, അതാ. ഇത് ശരിക്കും ലൂസി തന്നെയാണോ? അല്ല, ഫോണിലാരാ? കൊറേ നേരമല്ലോ ഫോൺ ചെവിയിൽ വെച്ചോണ്ടിരിക്കുന്നേ. അതോ, അത് ആ പൊട്ടനാ. പൊട്ടനോ? അതാരാ? വേറെ ആര്? ആ കിമ്മ്. അയ്യേ, അപ്പൊ കിമ്മിനെ ലൈനിൽ വെച്ചോണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? അവനത് കേട്ട് കാണത്തില്ലേ? എന്താ വിചാരിക്കുക? പേടിക്കണ്ട, കോള് മ്യൂട്ടില്ല. അവന് അവിടെ ആരോടോ സംസാരിക്കുക. അതാ കട്ടാക്കാതെ ലൈൻ തന്നെ ഇരിക്കുന്നേ. ഓ, അത് ശരി. എന്നാ എന്റെ ലൂസി റെഡി ആവ്, ഞാൻ പോയിട്ടെ അവനൊന്ന് കണ്ടാട്ടെ. കൊറേ നേരായി എന്നെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ. ഓക്കേ. പിന്നെ വഴിയിലെവിടെങ്കിലും മീനെ കാണുവാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ. ഓക്കെ. അങ്ങനെ നിങ്ങളെ മാരേജിൽ തന്നെ എന്നെ ഗിഫ്റ്റ് കൊണ്ട് വരുത്തിച്ചല്ലേ? ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇതിനൊക്കെയുള്ള പണി ഞാൻ നിനക്ക് വൈകാതെ തരുന്നുണ്ട് ലൂസി. വീട് തേജ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കും. നീ ഇപ്പൊ ഒന്ന് സമാധാനപ്പെടേ. യാ ജൂഹി, നീ പറഞ്ഞോണ്ട് മാത്രം ഏതെങ്കിലും മിണ്ടാതെ പോണേ. ഓരോന്നുണ്ടെങ്കിൽ എനിക്ക്
എന്നാ വാ നമുക്ക് അകത്തേക്ക് പോവാം. പോവാം ജൂഹി. ഒന്നുമില്ല. എന്തേ? ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ കണ്ണെടുക്കാതെ എന്നെ തന്നെ നോക്കുന്നോണ്ട് ചോദിച്ചതാ. എനിക്കറിയാം ഈ കോസ്റ്റ്യൂമില് എന്നെ കാണാൻ ഒരു രാജകുമാരന്റെ ലുക്കൊക്കെ ഉണ്ടെന്ന്. ആ ലുക്കില് മയങ്ങിയിട്ടാണ് ഈ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ എന്നെ നോക്കണേന്ന് അറിയാം. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. കാരണം നീ എന്റെ ശത്രു ആയതുകൊണ്ട് ഇനിയിപ്പോ നോക്കി എന്നെ കണ്ണങ്ങാനും വെച്ച് കഴിഞ്ഞാൽ മൂക്കിലോ മുഖത്തിലേറ്റോ വല്ല പിമ്പിൾസും വന്നാലോ. സോ നിന്റെ മുഖം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പിടിക്കോ? അയ്യോ, കണ്ണ് വെക്കാൻ പറ്റിയ മോന്ത. നിന്റെ മോന്ത കാണുമുണ്ടല്ലോ, പിടിച്ച് ചുമരിലരയ്ക്കാൻ തോന്നും. എടി ഈനാം പേച്ചി, എന്റെ ഫോട്ടോയിലൊക്കെ ഞാൻ ഭംഗിയായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാ. സോ നിന്നോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ വല്ല ആംഗ്രി ഫേസും ആ ഫോട്ടോയിൽ കുടുങ്ങി കഴിഞ്ഞാലേ പിന്നെ ആൽബത്തിൽ കാണാൻ ഭയങ്കര ബോറായിരിക്കുന്നേ. സോ മാരേജ് കഴിയണവരെ ആ വാ നടത്തി പിടിക്കാവോ? എന്റെ അവസ്ഥ ഉണ്ടല്ലോ ഇപ്പൊ ആർക്കും പറഞ്ഞാ മനസ്സിലാവത്തില്ല. ഇടിവെട്ടി പാമ്പ് കൊത്തി മരിച്ചവന്റെ അവസ്ഥയാ. So sad. ഇപ്പോഴേ ഇങ്ങനെ തോൽവി സമ്മതിച്ചാൽ എങ്ങനെ? ഇനി എന്തോരം ഫൈറ്റ് ചെയ്യാനുള്ളതാ. അഹങ്കരിക്കടി, അഹങ്കരിക്കേ, നല്ലോണം അഹങ്കരിക്കേ. ചുറ്റിത്ര ആൾക്കാരുള്ളതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നേ. ഇനിയിപ്പോ നീയും ഞാനും മാത്രമുള്ള ഒരു സമയം കിട്ടൂലേ, അന്നേരം ഇതിനൊക്കെ ഉള്ളൊരു പകരം ഞാൻ വീട്ടിൽ നിന്ന് എടുക്കട്ടാ. I am waiting. ക്ലാര, എനിക്കറിയാം നീ നിന്റെ ഉള്ളില് ഞാനിങ്ങനൊക്കെ ദേഷ്യം പിടിക്കുമ്പം എന്തോരം പേടിക്കുന്നുണ്ടെന്ന്. എന്തിനാ ഇനിയിപ്പോ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് എന്റെ കൂടെ കഴിയുന്നേ? ഇതിലും ഭേദം ഞാൻ പറഞ്ഞ പോലെ നിനക്ക് ഈ കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ല, ഇവൻ എനിക്ക് കണ്ണടുത്ത കണ്ടൂടാന്ന് പറഞ്ഞ് ഈ മാരേജ് നിർത്തി ഇറങ്ങി പോയിക്കോന്നേ. അതാവുമ്പം വെറുതെ എന്തിനാ നീയും പേടിച്ച് ഞാനും നിന്നെ പേടിപ്പിച്ച് നിന്റെ സമാധാനവും കളഞ്ഞ് അതൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ രണ്ടും ശത്രുക്കളാണ്. അതിനിപ്പോ ആരുപദേശിച്ചാലും മിത്രങ്ങളാവാൻ പോണില്ല. അത് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാലോ. പിന്നെന്തിനാ ഇങ്ങനെ വെറുതെ റിസ്ക് ഒക്കെ എടുക്കുന്നേ? കിമ്മിന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. കിമ്മിനെ ഇതല്ലാതെ വേറെ ഒരു മുഖമുണ്ട്. സോ അതൊന്നും കണ്ട നീ സഹിക്കത്തില്ല. അതുകൊണ്ടാ പറയണേ. എന്തായാലും എനിക്ക് എന്റെ മമ്മിക്ക് വാക്ക് കൊടുത്തു പോയി. ഞാൻ മാരേജ് നിർത്തിയ പിന്നീട് എനിക്ക് ആലോചിച്ച് നോക്കാൻ തന്നെ വയ്യ. സോ നീ നിർത്തിയ മമ്മിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടേ ഈ മാരേജ് വേണ്ടെന്നും എന്നെ വേണ്ടെന്നും പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കുന്നേ. എന്താ വിചാരിച്ചേ? മുഹൂർത്തം നേരെ അടുക്കുമ്പോ നീ താലി എന്റെ കൈത്തിൽ കെട്ടാൻ വരുമ്പോ എനിക്ക് ഇവനെ കെട്ടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി ഈ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോണെന്ന് വിചാരിച്ചേ. പക്ഷേ ഇപ്പൊ നീ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, കിമ്മിന് ഈ മുഖം മാത്രമല്ല വേറൊരു മുഖം ഉണ്ടെന്നേ. അത് കേട്ടപ്പോ എനിക്ക് ഇൻട്രസ്റ്റ് ആയി പോയെന്നേ. നിന്റെ ഈ മുഖം തന്നെ കാണാൻ കൊള്ളത്തില്ല, ഇനിയിപ്പോ ഇതല്ലാതെ വേറൊരു മുഖം ഉണ്ടെന്നൊക്കെ. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ടല്ലേ കാര്യം. സോ ഇനിയിപ്പോ എന്ത് തന്നെ വന്നാലും ആരൊക്കെ തന്നെ ഈ കല്യാണം നിർത്തണം വിചാരിച്ചാലും ഞാൻ നിർത്താൻ സമ്മതിക്കത്തില്ല. എന്റെ കൈത്തില് ഒരു താലി കേറുന്നുണ്ടെങ്കിലേ അത് നീ നിന്റെ കൈ കൊണ്ട് കെട്ടിയ താലിയായിരിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞ എല്ലാം നേരിടാൻ നീ തയ്യാറാണെന്നല്ലേ? എന്നാ ഇതും കൂടെ കേട്ടോ. എല്ലാരും മുന്നിലും കിമ്മിനുള്ള മുഖം ആയിരിക്കത്തില്ല നിന്റെ മുന്നിൽ ഉണ്ടാവുക. കിമ്മിന് എന്തിനാ കെട്ടിയെന്ന് ഓരോ നിമിഷവും നീ ഖേദിക്കും. ഇതേ കിമ്മിന്റെ വാക്കാ. ഡയലോഗ് ഡെലിവറി ഒക്കെ കൊള്ളാം, നല്ല ഹെവി ആയിട്ടുള്ള ഡയലോഗ്. പിന്നെ എക്സ്പ്രഷനും ഒരു രക്ഷയില്ല. എന്തുകൊണ്ട് ക്യാമറയിൽ മൂവിയിലേക്ക് ട്രൈ ചെയ്തോടാ വില്ലനായിട്ട്? നിക്കടി, ഇതിനൊക്കെയുള്ളത് പലിശ സഹിതം ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും. ഇതുവരെ നീ കാണാത്ത എന്റെ ഒരു മുഖം നീ കാണും, നോക്കിക്കോ. ഡാ, ഓ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. അല്ല എന്തിനാ വിളിച്ചെന്ന് വെച്ചാ ഇത് എന്റെ മാത്രം കല്യാണല്ലോ, നിന്റെയും കൂടെ കല്യാണല്ലേ. വരുന്നവരൊക്കെ നിന്നെയും ലൂസിനെയും ചോദിക്കുന്നേ. അതാ ഞങ്ങൾ മാത്രം ഇങ്ങനെ മണ്ഡപത്തിൽ കുത്തനെ നിന്നാ മതിയോ? നിങ്ങളും കൂടെ വരണ്ടേ? അതാ ചോദിച്ചേ. അല്ല ലൂസ് റെഡി ആയി കഴിഞ്ഞില്ലേ? ഓ റെഡി ആയിടാ, ദേ ഇപ്പൊ വരും. വന്നല്ലോ നിന്റെ എക്സ്. ഈതരേറ്റും അത് വിട്ടില്ലേ? ദേ ഞാൻ നമ്മളെ ലൂസിനല്ല പറഞ്ഞത്. ലൂസി ഇപ്പോ നിന്റെ ഫ്യൂച്ചറാ. ദേ വരുന്നതേ നിന്റെ പാസ്റ്റാ. ആര്? തേജയോ? ആ ഡാഗിനി തന്നെ. വരട്ടെ. എന്തെങ്കിലും ആവശ്യമില്ലാത്തത് ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയ അപ്പൊ ഈ ജിമിനാരാന്ന് അവൾ അറിയും. നമ്മള് കല്യാണം കഴിഞ്ഞതോടെ ദേ ആ ഡാഗിനിക്ക് പറ്റിയിട്ടുള്ള ഒരു കുട്ടൂസിനെ കണ്ടുപിടിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ എന്തായാലും നിന്റെ ലൂസിന്റെ ജീവിതത്തിൽ ഇടങ്ങോലിടാണ്ടിരിക്കത്തില്ല. സോ നമ്മളെ കല്യാണം കഴിഞ്ഞ് ഹണിമൂന്ന് പോണോ ഇല്ലയോ, ഫസ്റ്റ് അവക്കൊരു കുട്ടൂസിനെ പിടിച്ചു കൊടുത്തേ പറ്റൂ.
എന്താ മിയ കയ്യിൽ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്? അല്ല ഇവിടെ നടക്കുന്ന 2 മാരേജ് അല്ലേ, നീ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നാലും എങ്ങനെ? അപ്പൊ ഞങ്ങൾക്കൊന്ന് ഗിഫ്റ്റ് ഇല്ലേ? നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ വൈകാതെ തരുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ്. പറ തേജ, നീ മാത്രമേ വന്നുള്ളോ? മമ്മി വന്നില്ലേ? ഇല്ല, മമ്മി വന്നില്ല. അല്ല ജിം, നിനക്ക് ശരിക്കും എന്നെ മിസ് ചെയ്യുന്നില്ലേ? തേജ, നീ എവിടുന്ന ഈ സംസാരിക്കണേന്ന് സൂക്ഷിച്ച് സംസാരിക്കേ. ഇന്ന് എന്റെയും ലൂസിന്റെയും മാരേജാ നടക്കാൻ പോണേ. പിന്നെ ഞാൻ അന്ന് തന്നെ ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നതാ. ഞാൻ നിന്നെ ഇന്നവരെ എന്റെ കണ്ണിലൂടെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഒട്ടും കാണാനും പറ്റത്തില്ല. നീ എന്റെ നല്ലൊരു കൂട്ടുകാരി മാത്രം. അന്നും നിന്നെ ഞാൻ അതേ കണ്ണോടെ തന്നെ കാണുന്നേ, അതേപോലെ തന്നെയാ ഇന്നും കാണുന്നേ. ഇനി എന്നും എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂ. തേജ, ഞാന് നടന്നതൊക്കെ മറന്ന് നിന്നോട് നല്ലപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റൊരു കാരണം നീ എന്റെ നല്ലൊരു കൂട്ടുകാരി ആയതുകൊണ്ട് മാത്രാ. ഇനിയും നിന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഭാവങ്ങളാണ് ഇങ്ങനെ മുമ്പോട്ട് പോവാൻ പറ്റൂന്നുണ്ടെങ്കിൽ സോറി തേജ, എനിക്ക് വേറൊന്നും പറയാനില്ല. നോക്ക് തേജ, ഞാൻ നിന്നെ മൈൻഡ് വെക്കുന്നില്ല, അതല്ല ഇപ്പത്തെ പ്രശ്നം. ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യ, നിനക്ക് എന്റെ പഴയ കൂട്ടുകാരിയായി മുൻപോട്ട് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനും തയ്യാറാ. അതല്ല നിനക്ക് അങ്ങനെ എന്നെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്, നിനക്ക് നിന്റെ ഫീലിങ്സിലൂടെ എന്നെ കാണാൻ പറ്റുള്ളൂന്നെങ്കിൽ പ്ലീസ് ഈ പേരും പറഞ്ഞ് നീ എന്റെ മുന്നിൽ വന്നു പോയത്. കാരണം ഞാന് സ്നേഹിച്ചാൽ എത്രത്തോളം സ്നേഹിക്കുന്നു, വെറുത്താൽ ഏതറ്റം വരെ വെറുക്കുന്നു നിനക്ക് നന്നായിട്ട് അറിയാം. സോ വെറുതെ എന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ട തേജ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയാ. പൊളിച്ചു മച്ചാ, ഈ കീടത്തിനെ ഇന്ന് തന്നെ നിങ്ങൾ ലൈഫിൽ നിന്ന് പിടിച്ച് ഒഴിവാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ഓ, അതെങ്കിലും ഒന്ന് നടന്നല്ലോ. താങ്ക് യു തേജ, താങ്ക് യു സോ മച്ച്. നീ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചേ. ഇനിയും പഴയ പോലെ തന്നെ എന്റെ ലൈഫിൽ നിനക്കായിട്ടൊരു വാല്യൂ ഉണ്ടാവും. ആ സ്ഥാനം ആർക്കും തകർക്കാൻ കഴിയില്ല തേജ. നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം. ഇത്ര കാലം നമ്മൾ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇനി മുമ്പോട്ടും പോവും. ഓക്കെ? ഇതൊക്കെ എന്ത് ചോദ്യ തേജ? ഓക്കെ തേജ. ഇവള് നന്നാവുന്ന് എനിക്ക് തോന്നില്ല. ഈ നല്ലവളായിട്ടുള്ള തേജയ്ക്ക് പിന്നില് എന്തോ ഒരു തന്ത്രമുണ്ട്. എന്തായാലും എന്റെ ജിമ്മിന്റെയും അവൾ സ്നേഹിക്കുന്ന ലൂസിന്റെയും ലൈഫ് തകർന്നു പൊളിക്കാനാണ് നിന്റെ ഈ തന്ത്രപ്പാടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോണില്ല തേജ. ഇനി ഈ ജിമ്മിനെ ലൂസിനെയും തൊടണമെങ്കിൽ ആദ്യം ഈ കിമ്മിനെ മറികടക്കണം. അവളിപ്പോ വരും. എന്താ തേജ പറയുന്നേ? നിനക്ക് ഭ്രാന്തായോ? നീ എന്തിനാ ഇപ്പൊ പ്ലാൻ മാറ്റുന്നേ? അവളെ കൊന്നാ മാത്രമേ നിനക്ക് നിന്റെ ജിമ്മിനെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല ജൂഹി, അവളെ കൊന്നാ പോലും അവളെ എന്റെ ജിമ്മിന്റെ അടുത്ത് പിരിക്കാൻ പറ്റത്തില്ലെന്നാ എനിക്ക് തോന്നുന്നേ. കാരണം അവൻ അത്രയും ആഴത്തിലാ അവളെ കൊണ്ട് വെച്ചേക്കുന്നേ. അതൊക്കെ നിന്റെ തോന്നല തേജ. അവളെന്നെ ഈ ലോകത്തില്ലെങ്കിൽ പിന്നെ അവളോട് സ്നേഹമുണ്ട് പിന്നാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ അവൻ അവളെ മറന്ന് നിന്നെ സ്വീകരിച്ചോളുന്നേ. എനിക്ക് ഉറപ്പാ അവൻ ചത്താലും എന്നെ സ്വീകരിക്കത്തില്ല. പിന്നെ നീ ഇപ്പൊ പറഞ്ഞു വരുന്നെന്താ? നീ എല്ലാം ക്ഷമിച്ച് ലൂസിക്ക് നിന്റെ ജിമ്മിനെ വിട്ടുകൊടുക്കാൻ പോവാണോ? അത് ഈ ജന്മത്തിൽ നടക്കത്തില്ല. സോ നിന്റെ പ്ലാൻ എന്താ? നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? ജിം തന്നെ അവന്റെ വാഗുണ്ട് എനിക്ക് ആ ലൂസിനെ വേണ്ടെന്ന് പറയിപ്പിക്കണം. അതിപ്പോ നടന്നു തന്നെ. നിനക്ക് തന്നെ അറിയാലോ. അല്ല, നീ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അവളെ എത്ര ആഴത്തിൽ അവളെ കൊണ്ടുവച്ചേക്കുന്നെന്ന്. അങ്ങനെയുള്ള അവനെ എങ്ങനെ പറയാനാ? So simple. You know one thing, Juhi? ഈ ലവ് എന്നൊക്കെ പറയണതേ അടുപ്പം തോറും മനോഹരമുള്ളതാ. അതെ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരില് അകന്നുണ്ടല്ലോ, അത് പിന്നെ വെറുപ്പായി മാറും. തേജ, നീ പറഞ്ഞൊന്നും എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. നീ ഒന്ന് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറ. അതായത് ഈ ലൂസിനെ കൊന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ജിമ്മിന്റെ മനസ്സിലേക്ക് ആഴത്തിലാ അവൾ ഇറങ്ങി ചെന്നേക്കുന്നേ. പെട്ടെന്നൊന്നും അവളെ എടുത്തു കളയാൻ കഴിയത്തില്ല. എന്തായാലും അതിന് മേ ബി ടൈം എടുക്കാം. ചിലപ്പം അവന്
ശരിക്കും നിന്റെ ഉള്ളിൽ നല്ല വിഷമല്ലേ? വിഷമോ? എന്തിന്? അല്ല കിം, ഓ എന്റെ ലൂസി, നീ ഇപ്പോഴും ആ കാര്യം വിട്ടില്ലേ? ഞാനതൊക്കെ അപ്പൊ തന്നെ വിട്ടെന്നേ. അല്ലേലും കോളേജിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികല്ലേ. അത് പോരാത്തതിന് എന്റേത് വൺ സൈഡ് ലവ്. അവന് മനസ്സിലായിട്ട് പോലും ഉണ്ടാകത്തില്ല. ഇപ്പൊ അവര് ഹാപ്പി അല്ലേ? അത് മതി എനിക്ക്. അല്ല മിയ, അപ്പൊ നിനക്ക് കമോൺ ലൂസി, ഞാൻ എന്തെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്റെ മനസ്സ് തൊട്ടാ പറയണേ. ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാ. കാരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം നടക്കാൻ പോണേ. എനിക്കപ്പോ അതിനെ പറ്റി മാത്രം ആലോചിക്കാൻ നേരമുള്ളൂ. നീ ഒന്ന് വേഗം വന്നേ. അല്ലടി, പീറ്റർ ഇതിലേക്ക് എത്തിയില്ലല്ലോ. അവൻ എപ്പോഴാ വരുന്നേ? നീ അറിയില്ലടി. ഞാനും കുറെ നേരം അവനെ വെയിറ്റ് ചെയ്യുന്നേ. ഒന്നാമത് അവന്റെ അച്ഛമ്മ മരിച്ചതാ. എല്ലാരും മരിച്ചെടുത്ത് പോയതാ. ഇങ്ങോട്ടേക്ക് ശരിക്കും വരില്ലാന്ന് വിചാരിച്ചതാ. എന്തായാലും വരാന്നാ പറഞ്ഞേ. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നേ. എന്തായാലും വരെയായിരിക്കും. ആ ചേച്ചി എന്തിനാ വിളിക്കുന്നെന്ന് ഒന്ന് പോയി നോക്കിട്ട് വരാട്ടോ. ഓക്കേടി, ഞാനതേ സ്റ്റേജിലേക്ക് പോട്ടോ. നീ നേരെ അങ്ങോട്ടേക്ക് വാ. ഓക്കേടി, ഇപ്പൊ വരാട്ടോ. ഇത് ശരിക്കും യാഥാർത്ഥ്യാണോ അതോ സ്വപ്നമാണോന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവില് അമ്മന്റെ മോൾ ആഗ്രഹിച്ച പോലെ അമ്മന്റെ മോക്ക് ഈ നേരത്ത് അമ്മ മാത്രം എന്റെ കൂടെ ഇരുന്നെങ്കിൽ എത്രത്തോളം ഞാൻ സന്തോഷിക്കായിരുന്നെന്ന് അറിയോ? കർത്താവ് അതിനുള്ള വഴി ഒരുക്കിയില്ല. എന്തായാലും അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ ഞാനും ചേച്ചിയും ഇനി എന്നും ഒരേ വീട്ടില് ഒന്നിച്ചായിരിക്കും. അമ്മ ഇതൊക്കെ കാണുന്നുണ്ടോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ചേച്ചീനെയും നിഷക്കുട്ടീനൊക്കെ ഞാൻ എന്റെ ജീവിതാവസാനം വരെ പൊന്നു പോലെ നോക്കും. അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ജീവിതവും ഇപ്പൊ നല്ല രീതിക്കാ പോണേ. എന്താ അമ്മ ഇല്ലാത്ത ഒറ്റൊരു കുറവ്, അത് നല്ലോണം അറിയാനുണ്ട്. എന്തായാലും അമ്മ എപ്പോഴും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസത്തില് ഞാൻ എന്റെ പുതിയ ജീവിതത്തിലേക്ക് ചുവട് വെക്കുക. അമ്മ എന്റെ കൂടെ തന്നെ കാണട്ടെ അമ്മേ. നോക്ക് തേജ, ഞാൻ പറയണോ നീ മനസ്സിലാക്ക്. നോക്ക്, ജിമ്മിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇതൊന്നും ശരിയല്ല. നീ ഇപ്പൊ ലൂസിക്ക് സ്വന്തമാവാൻ പോവാ. ഇതെങ്ങാനും ലൂസി കണ്ട എനിക്ക് അവളോട് ദേഷ്യം വെറുപ്പൊക്കെ ഉള്ളത് സത്യ. അത് കരുതി ഇതൊക്കെ ശരിയല്ല ജിം. നീ ചെല്ലേ ജിം. തേജ, നിനക്ക് എന്നെ അറിയാം. നീ എന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. അതൊക്കെ എനിക്കറിയാം. അത് പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? നീ എല്ലാരും മുന്നിലല്ലേ എന്നെ റിജക്ട് ചെയ്തിട്ട് ലൂസി മതി തീരുമാനിച്ചേ. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? കമോൺ തേജ, നിനക്ക് എന്നെ അറിയാലോ. എനിക്ക് ആ ലൂസിന്റെ മേലുള്ളതേ ലവ് അല്ല, വെറുപ്പാ. എന്നോട് അന്ന് അവള് ആ കോളേജ് ക്യാമ്പസിൽ വെച്ച് എല്ലാരും മുന്നിലിട്ട് ഇൻസൾട്ട് ചെയ്ത് നീ ഓർക്കുന്നുണ്ടോ? അതൊക്കെ പഴയ കാര്യല്ലേ ജിം. ഇപ്പൊ നിനക്ക് നോക്കും കല്യാണം നടക്കാൻ പോവാ. ഇപ്പൊ എന്തിനാ അതിനെ പറ്റിയൊക്കെ പറയുന്നേ? ഇതെനിക്ക് ഇപ്പൊ പറഞ്ഞേ പറ്റൂ. നീ എന്താ വിചാരിച്ചേ? ഞാൻ ലൂസിനെ കല്യാണം കഴിക്കുന്നത് അവളോടുള്ള പ്രണയം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ട്രൂ ലവ് കൊണ്ടൊക്കെ ആണെന്നാണോ? എന്നാലേ അതൊക്കെ നിന്റെ തോന്നലാ. ഞാൻ അവളെ കല്യാണം കഴിക്കണതേ അവളോട് പകരം വീട്ടാനാ. അന്ന് കോളേജ് ക്യാമ്പസിന്റെ എല്ലാരും മുന്നിൽ വെച്ച് മാറ്റിച്ചതുണ്ടല്ലോ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചതാ, ഇവക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂന്ന്. അതും ചെറിയ പണിയൊന്നല്ല, അവളെ ജീവിതകാലം മുഴുവനും അത് ആലോചിക്കുമ്പം നീറി നീറി കഴിയുന്നൊരു പണി. അതാ ഞാന് ഇങ്ങനൊരു തീരുമാനം എടുത്തേ. ലവ് ട്രാക്ക്. ഞാൻ അവക്കിട്ടതേ ഒരു ലവ് ട്രാക്കാ, അല്ലാതെ എന്റെ യഥാർത്ഥ പ്രണയാണെന്നാണോ നീ കരുതിയേ? എനിക്കൊരു യഥാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ അത് നീയാന്ന് നിനക്കെന്നെ അറിഞ്ഞൂടെ തേജ? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ അവളെ കല്യാണം കഴിക്കാൻ പോണ തന്നെ അവളോടുള്ള പക വീട്ടാനാ. ഞാൻ അത് കരുതി അവളെ കൂടെ പോയി സന്തോഷമായിട്ട് ജീവിക്കുന്നെന്ന് വിചാരിക്കണ്ട. ഇനി അവക്ക് തുടങ്ങാൻ പോണതേ നരക ജീവിതാ. പിന്നെ അവളെന്നെ എന്റെ അടുത്തുനിന്ന് എന്നെയും വേണ്ട, എന്റെ കൂടെയുള്ള ഈ ജീവിതം വേണ്ടെന്ന് പറഞ്ഞേ അവളായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയിക്കോളും. പിന്നെ ഒരിക്കലും അവക്ക് സന്തോഷിക്കാൻ ഒരു ചാൻസ് കിട്ടത്തേ ഇല്ല. ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദിവസവും നീറി എന്തിനാ ജിമ്മിനോട് അന്ന് അങ്ങനെ ചെയ്തേന്ന് ഓരോ ദിവസവും അവള് ഖേദിക്കും. അതിനു വേണ്ടിയാ ഇത്രയും ഞാൻ ചെയ്തേ. സോ ഞങ്ങളെ മാരേജ് കഴിഞ്ഞ് ഡൈവേഴ്സ് ആവണ വരെ മാത്രം നീ ഒന്ന് വെയിറ്റ് ചെയ്താ മതി. അതിനുശേഷം നീ എന്റേതാ, എന്റേത് മാത്രം, ഞാൻ നിന്റേതും.
പറയുമ്പോ